23 ജനുവരി 2023 ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പഠിക്കാൻ പോയ 26-കാരിയായ ജാൻവിയെ ഒരു പോലീസ് വാഹനം അതിവേഗതയിൽ വന്ന് കൂട്ടിയിടിക്കുകയും ആ കുട്ടി തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനുശേഷം ആ ഒരു പോലീസുകാരൻ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? $1,000. She was 26 anyway. She had limited value, but she is dead. 29 ഒക്ടോബർ 2023 ഇന്ത്യൻ സ്റ്റുഡൻ്റായ വരുണിനെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ജിം പാർട്ണർ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നു. ഈ കൊലയുടെ കാരണം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? വരുണിൻ്റെ മുഖം കൊലയാളിക്ക് വളരെയധികം വിയേർഡായിട്ട് തോന്നിയിരുന്നു. ഇതാണ് കൊല ചെയ്യാനുള്ള റീസൺ. Pucha was attacked October 29th at the Planet Fitness near campus. The suspect, Jordan Andrade, now charged with murder. Jordan says he found Varun, quote-unquote, a little weird. 17 ജനുവരി 2023 നീലാചാര്യ എന്ന അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ ഡെഡ് ബോഡി അവൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും കണ്ടെടുക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും അമേരിക്കയിലേക്ക് പോകണമെന്ന ആഗ്രഹമുള്ളവരായിരിക്കും. ഒരു പക്ഷേ അമേരിക്കയിൽ ഇരുന്നാകാം നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കാണുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നും നിങ്ങളെ എന്താണ് അമേരിക്കയിലേക്ക് കൂടുതലായും അട്രാക്റ്റ് ചെയ്തത്? ഇന്ന് ഇന്ത്യ വിട്ട് അബ്രോഡിലേക്ക് ഷിഫ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരിൽ പലരും USA എന്ന ഈ ഒരു രാജ്യത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം അമേരിക്ക ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ്. അമേരിക്കയിൽ പോവുക എന്നതിൻ്റെ അർത്ഥം സ്വർഗ്ഗതുല്യമായ ഒരു ജീവിതം. എന്നാൽ വാസ്തവത്തിൽ അമേരിക്കയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതം തന്നെയാണോ? അതോ ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്ക നടത്തിയ ഒരു മാനിപ്പുലേറ്റീവ് ഗെയിമാണോ നടക്കുന്നത്? ഏതൊരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയും സ്പീച്ച് നിങ്ങൾ പരിശോധിച്ചാൽ ദി അമേരിക്കൻ ഡ്രീം എന്ന കോൺസെപ്റ്റിനാണ് ഇവർ കൂടുതലായി പ്രാധാന്യം നൽകുന്നത്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയായ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന ഇതേ ഐഡിയോളജിയാണ് ദി അമേരിക്കൻ ഡ്രീം എന്നതും. അതായത് അമേരിക്കൻ സിറ്റിസൺസിന് ബേസിക് നീഡ്സ് ലഭിക്കുക, ഇവർക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുവാനും വളരെ നല്ല രീതിയിൽ ജീവിക്കാനും അവസര സമത്വങ്ങൾ കിട്ടാനുമാണ് ഈ ഒരു അമേരിക്കൻ ഡ്രീം കൂടുതലായും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇത് വാസ്തവത്തിൽ നടക്കുന്നുണ്ടോ? ഇതിൻ്റെ ഉത്തരം ഇല്ല എന്നത് തന്നെയാണ്. പുറം ലോകത്തുള്ള ആളുകളിലേക്ക് ഈ ഒരു കാര്യം ഒരിക്കലും എത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എത്തിയാൽ മറ്റുള്ളവരുടെ മുൻപിൽ അമേരിക്കയുടെ ചിത്രം എന്നേക്കുമായി വീണുടയും. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ അമേരിക്കയുടെ വലിയ വലിയ സിറ്റീസിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം കാണിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റോഡുകളുടെ വശം മാത്രം കാണപ്പെടുന്നത്? ഈ ബിൽഡിങ്ങുകളുടെ താഴെ എന്താണ് എന്ന് ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടില്ല. അതെ, ഇതിൻ്റെ താഴെയുള്ള കാഴ്ചയെന്നത് ഒരിക്കലും ആരെയും കാണിക്കാൻ കൊള്ളുന്ന ഒന്നല്ല. 4 വശത്തും ചപ്പും ചവറും മാത്രം. ഈ ഒരു കാഴ്ച പുറം ലോകം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മറ്റു രാജ്യത്തുള്ള ആളുകളെ ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും? വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി മറ്റു രാജ്യങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് തൻ്റെ വേസ്റ്റുകളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്നില്ല? അമേരിക്കയുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇവിടെ ചെറിയ തോതിലെങ്കിലും മഴ പെയ്താൽ തന്നെ സിറ്റിയിൽ വളരെ പെട്ടെന്നാണ് വെള്ളം കയറുന്നത്. കൂടാതെ തന്നെ ഇത് അൺകൺട്രോളബിളുമാണ്. ഇന്ത്യ അൺഹൈജീനിക് ആണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത് എങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ തന്നെ നിങ്ങളെ കബളിപ്പിക്കുന്നു. അമേരിക്കയിൽ 5-ൽ 2 പേർ ശ്വസിക്കുന്ന വായു എന്നത് വളരെയധികം അൺക്ലീനാണ്. അതുകൊണ്ട് തന്നെ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ അമേരിക്കയിൽ വളരെയധികം കോമൺ ആണ്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ അമേരിക്ക ഇന്ത്യയേക്കാൾ വളരെയധികം സേഫസ്റ്റ് കൺട്രിയാണ്. നിങ്ങൾ അമേരിക്കയിലെ കാലിഫോർണിയയിലാണെന്ന് കരുതുക. നിങ്ങൾ ഒരു ദിവസം കടയിൽ നിൽക്കുമ്പോൾ ഒരു കള്ളൻ വന്ന് കടയിലെ സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടു പോകുന്നു. ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല. 80,000 രൂപയുടെ താഴേക്കുള്ള ഒരു വസ്തുവും ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. ഇയാളെ നിങ്ങൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ നേരെയായിരിക്കും കേസെടുക്കുക. അതെ, നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ ഷോപ്പ് ലിഫ്റ്റിംഗ് ഇൻ കാലിഫോർണിയ എന്ന് സെർച്ച് ചെയ്താൽ ലിറ്ററലി നിങ്ങൾക്ക് കുറേയധികം വീഡിയോസ് കാണാൻ കഴിയും. ഇവിടെ കള്ളന്മാർ കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടു പോകുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചാൽ നിങ്ങളുടെ തലയിലായിരിക്കും മുഴുവൻ കുറ്റവും. ഇതിന് അവർ നൽകുന്ന പേര് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്നാണ്. എന്താണല്ലേ? അമേരിക്കയിൽ നിങ്ങളൊരു വ്യക്തിയെ തൊടുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസ് കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരവും കൂടാതെ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. ഇത് ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുതന്നെയാണ് ഇന്ന് അമേരിക്കയിൽ നടക്കുന്നത്. പുറത്തുനിന്ന് കാണുന്ന ഗ്ലോറിഫിക്കേഷനൊന്നും ഇന്ന് അമേരിക്കയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല.
അമേരിക്കൻ ഭരണഘടന നിങ്ങൾക്ക് തോക്കുകൾ കൈവശം വെക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയിൽ മനുഷ്യരെക്കാൾ കൂടുതൽ തോക്കുകളാണുള്ളത്. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രതിവർഷം അമേരിക്കയിൽ 48,000-ത്തിലുമധികം ആളുകൾക്കാണ് ഗൺ റിലേറ്റഡ് ഇഞ്ചുറീസ് ഉണ്ടാകാറുള്ളത്. 2023 തന്നെ 630-ലധികം ആളുകളുടെ നേരെ ഡയറക്റ്റ് അസോൾട്ട് നടന്നു. പ്രതിവർഷം ഇത് കൂടി വരുന്നു. ഇനി ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്താൽ അമേരിക്കയിൽ ഗൺ മർഡേഴ്സ് എന്നത് 21% കൂടുതലാണ് ഇന്ത്യയേക്കാൾ. ഇൻറ്റൻഷനലി മർഡർ എന്നത് 68%. ഓവറോൾ പെർ മില്യൺ മർഡർ റേറ്റും ഇന്ത്യയേക്കാൾ 23% കൂടുതൽ അമേരിക്കയിലാണ്. ഇന്ത്യയേക്കാൾ 4 മടങ്ങ് കൂടുതൽ റേപ്പുകളാണ് USA-യിൽ നടക്കുന്നത്. അമേരിക്ക ഇന്ത്യയെയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റിനെ അവർ കാണിക്കുകയില്ല. മറിച്ച് ധാരാവിയെ പോലെയുള്ള ചില പ്രദേശങ്ങളും കൂടാതെ ദാരിദ്ര്യം പിടിച്ച കുറച്ച് ഭാഗങ്ങളുമായിരിക്കും ഇവരുടെ ഷോട്ടിലുണ്ടാവുക. അതിനുശേഷം ഏഷ്യ എന്ന ഈ ഒരു കോണ്ടിനെൻറ്റിലെ എല്ലാ രാജ്യങ്ങളും ദാരിദ്ര്യം പിടിച്ചവയാണ് എന്ന് അവർ മുദ്രകുത്തും. റേസിസം എവിടെയാണ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്? നിസ്സംശയം പറയാൻ കഴിയും, അത് USA-യിലാണ്. വിവേക് രാമസ്വാമി, US പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, ഇദ്ദേഹവും അമേരിക്കയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ കുട്ടികളിൽ പോലും ഇതിൻ്റെ പരിണിത ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ കൾച്ചറിനെ അംഗീകരിക്കുന്ന, ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന അമേരിക്കൻ ജനത ഇന്നും അമേരിക്കയിലുണ്ട്. എന്നാൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരെയും മറ്റ് രാജ്യക്കാരെയും വെറുക്കുന്നവർ തന്നെയാണ്. ഈ ഒരു കാഴ്ച അമേരിക്കയിലെ ഫിലാഡൽഫിയയിലേതാണ്. നിങ്ങൾക്ക് ഈ വഴിയരികിലിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇവർ സോംബികളെ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇവർക്ക് ഡ്രഗ്സ് കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അതായത് തൻ്റെ ഫാമിലിയിലുള്ളവരെയോ തന്നെയോ ഇവർക്ക് വിൽക്കാൻ യാതൊരു മടിയുമില്ല. ഇവർക്ക് ഡ്രഗ്സ് മാത്രം കിട്ടിയാൽ മതി. നിങ്ങൾ പോകുന്ന അമേരിക്ക നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷന് സേഫാണോ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയുകയില്ല നിങ്ങൾ അമേരിക്കയ്ക്ക് പോകരുത് എന്ന്. എന്നാൽ അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു റിയാലിറ്റിയോടുകൂടി വേണം അമേരിക്കയിലേക്ക് എത്തിച്ചേരാൻ. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്വർഗ്ഗതുല്യമായ ജീവിതം അവിടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാകരുത് നിങ്ങൾ പോകേണ്ടത്. നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തിനായി ഓരോ പൗരന്മാരും വേണം പരിശ്രമിക്കാൻ. അല്ലാതെ സ്വന്തം രാജ്യത്തെ കുറ്റം പറയുകയല്ല നാം ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുവാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.